കല്യാണരാമൻ സിനിമയിൽ സലീം കുമാർ ദിലീപിൻ്റെ അടുത്ത് പറയുന്ന ഒരു ഡയലോഗുണ്ട്, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇതാണല്ലോ വിധിയെന്ന്. അതുപോലെയാണ് അനുമോള് ആരുടെ കൂടെ പരിപാടി അവതരിപ്പിച്ചാലും അവരെയൊക്കെ കല്യാണം കഴിക്കണം എന്നുള്ളൊരു മെൻറ്റാലിറ്റിയാണ് പ്രേക്ഷകർക്കുള്ളത്. ഓൾറെഡി അനുവിന് ഒരു അഫെയർ ഉണ്ടായിരുന്നു, അത് വ്യക്തിപരമായ കാരണങ്ങളാൽ ബ്രേക്കപ്പ് ആവുകയും ചെയ്തു. അപ്പോൾ ആദ്യമായിട്ടൊന്നും അല്ല ഒരാളെ സ്നേഹിക്കുകയും ബ്രേക്കപ്പ് ആവുകയും ചെയ്യുന്ന ആദ്യത്തെ സംഭവമൊന്നുമല്ല ഇത്. അതിനുശേഷം അനു പല റിയാലിറ്റി ഷോയിലാണെങ്കിലും അല്ലാതെ കോമഡി എൻ്റർടൈൻമെൻറ്റ് ഷോയിലാണെങ്കിലും ഒക്കെ പങ്കെടുത്തിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ വെച്ചിട്ട് അനുവിനെതിരെ അപവാദം പ്രചരിപ്പിക്കുക ഉള്ളത് ചിലരുടെയൊക്കെ ഒരു വാശി പോലെയാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം ഫ്ലവേഴ്സ് ടി വിയിലെ സ്റ്റാർ മാജിക് എന്ന് പറഞ്ഞ പ്രോഗ്രാം, അതെന്ന് പറഞ്ഞ ഒരു കോമഡി എൻ്റർടൈൻമെൻറ്റ് പ്രോഗ്രാമാണ്. അതിനകത്ത് ഈ പറഞ്ഞ അനുമോളും തങ്കച്ചനും കൂടെ ഒരു കോമഡി പെയറായിട്ട് പരിപാടിയൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പം പലരും ഇവരുടെ ഈ ഒരു പരിപാടിയെ തെറ്റിദ്ധരിക്കുകയും ഇവർ തമ്മിൽ റിലേഷൻഷിപ്പിലാണെന്നൊക്കെ തെറ്റിദ്ധരിച്ച ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം സീരിയലൊക്കെ കാണുമ്പോൾ വില്ലത്തിമാരെയൊക്കെ പുറത്ത് വെച്ച് കാണുമ്പോൾ അടിക്കുന്ന അമ്മമാരൊക്കെ ഉള്ള കഥകളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷേ ഇതെന്ന് പറയുന്നത് മനഃപൂർവ്വം ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ഇവർ തമ്മിൽ അഫെയർ ആണെന്നും തങ്കച്ചനെ അനുമോള് തേച്ചെന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം നടത്തുന്നത് ഈ പറഞ്ഞ അമ്മമാരൊന്നും അല്ല. അതിൻ്റെയൊക്കെ പുറകിലെ വ്യക്തമായ ഗൂഢാലോചനയും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ അഭിഷേക് ശ്രീകുമാറിൻ്റെ കൂടെ ഒരു ആൽബം ചെയ്തപ്പോൾ അഭിഷേകുമായിട്ട് അഫെയർ ആണെന്ന് പ്രചരിപ്പിക്കുക. ബിഗ് ബോസിൽ വന്നപ്പോഴാകട്ടെ അനീഷിനെ തേച്ചു എന്നായിരുന്നു പലരുടെയും പരാതി. നമുക്കറിയാം ബിഗ് ബോസ് എന്ന് പറഞ്ഞ ഷോയിൽ ഒരു ഗെയിം വിൻ ചെയ്യാൻ വേണ്ടി പലരും പല സ്ട്രാറ്റജിയും എടുക്കും. അത്തരത്തിലൊരു സ്ട്രാറ്റജി മാത്രമായിരുന്നു അതെന്ന് മനസ്സിലാക്കാൻ ഉള്ള ബുദ്ധി പോലും ഇല്ലാത്തവരാണ് ഈ പരിപാടി കാണുന്നതെന്ന് അറിയാം. കാരണം നമ്മളൊക്കെ അറിയാം, ഇതിനു മുമ്പ് സീസൺ 4 ദിൽഷ റോബിൻ ബ്ലെസ്ലി ഒരു ട്രയാങ്കുലർ കോംബോ. അപ്പോൾ അതൊക്കെ വിശ്വസിച്ച് വോട്ട് കൊടുത്ത് ലാസ്റ്റ് മണ്ടന്മാരായ ജനങ്ങളാണ് നമുക്കറിയാം. അപ്പോൾ ഇതൊന്നും വലിയ കാര്യമാക്കാനില്ല. അപ്പം ഇതൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരാം. ഇപ്പം ഈ പറഞ്ഞ കേസാണെങ്കിൽ പോലും അനീഷ് അനുമോൾ ഇവർ രണ്ടുപേരും ഈ ഒരു സംഭവമായി വിട്ടു. പക്ഷേ ഇതിപ്പോഴും മനസ്സിൽ വെച്ച് അവർ വീണ്ടും കെട്ടണം എന്ന് പറഞ്ഞിട്ട് നടക്കുന്ന കുറേ എണ്ണമാണ് ഇപ്പം നമ്മുടെ സമൂഹത്തിലുള്ളത്. അപ്പോൾ ബിഗ് ബോസിന് ശേഷം അനു പങ്കെടുക്കുന്ന ഒരു കുക്കിംഗ് കോമഡി റിയാലിറ്റി ഷോ ആണ് കോമഡി കുക്സ് എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് അനുവിൻ്റെ കുക്കിംഗ് പാർട്ട്ണറായിട്ട് ഒരു 3-4 തവണ അശ്വിൻ എന്ന് പറയുന്ന ആർട്ടിസ്റ്റ് വന്ന ശേഷം ഇവരുടെ ഈ ഒരു കോംബോ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആഘോഷിക്കാൻ തുടങ്ങി. അപ്പോൾ തന്നെ ചിലർക്ക് ഇതിൻ്റെ ഒരു റൂട്ട് മനസ്സിലായി. ലാസ്റ്റ് അശ്വിനെയും അനു കെട്ടണം എന്ന് പറഞ്ഞിട്ട് കുറേ പേര് വരും എന്നുള്ളത് ഇത് അനുവിനെ സ്ഥിരം ഫോളോ ചെയ്യുന്നവർക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ അവരത് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു പേജിൽ കമൻ്റായിട്ട് ഇടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ഈ ഒരു പ്രോഗ്രാം നോക്കിയാൽ തന്നെ മനസ്സിലാകും. ആദ്യം ഷോയിൽ അനുവിൻ്റെ പാർട്ട്ണറായിട്ട് അശ്വിൻ വരുന്ന സമയത്ത് അനുവിന് തീരെ ഇഷ്ടമില്ലാത്ത ഒരാളായിരുന്നു അശ്വിൻ എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ അശ്വിന് അനുവിനെ ഇഷ്ടമില്ലായിരുന്നു. പക്ഷേ ഒരു 2-3 തവണ അടുപ്പിച്ച് വന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ഇവരുടെ ഈ ഒരു കോംബോ ആഘോഷിക്കുന്നു എന്ന് ഇവർക്ക് തന്നെ മനസ്സിലാക്കിയ സമയത്ത് ഇവരും ആ ഒരു ട്രെൻഡ് ഏറ്റുപിടിക്കാൻ ശ്രമിച്ചു. കാരണം എന്തായാലും പ്രേക്ഷകർ ആഘോഷിക്കുന്നു, അപ്പോൾ അവർക്കൊരു ഇൻസ്പിറേഷൻ, പ്രോത്സാഹനം കൊടുക്കുന്ന പോലെ ഇവരും അതൊരു കോമഡി രീതിയിൽ അവതരിപ്പിക്കാൻ തീരുമാനിച്ചു. അതിൻ്റെ ഭാഗമായിട്ട് ഇവർ തമ്മിൽ ഐ ലവ് യു പറയുന്നു, അശ്വിനിയാണ് എനിക്കിപ്പം ഏറ്റവും ഇഷ്ടമെന്നൊക്കെ പറഞ്ഞ് പ്രോഗ്രാമുകൾ ചെയ്യുന്നു. അതൊന്നും മനസ്സിലാക്കാനുള്ള വിവരം ഇല്ലാത്തവരാണ് മലയാളീസ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ചിലവരൊക്കെ മനഃപൂർവ്വം അവർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇപ്പോൾ ലേറ്റസ്റ്റ് എപ്പിസോഡ് നോക്കിയാലും കാണാം, രണ്ടുപേരെയും കല്യാണം നടത്തുന്ന രീതിയിലാണ് ഏഷ്യാനെറ്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതായത് ആ ഒരു സെൻസിലാണ് ചാനലാണെങ്കിലും എല്ലാം ആ ഒരു രീതിയിൽ അവതരിപ്പിക്കുന്നത്. ഇപ്പം മഹിയുടെയും മീനാക്ഷിയുടെയും കോംബോ അതും അത്തരത്തിലാണ്, ഒരു ലവ് കോംബോ രീതിയിലാണ്. എന്തെങ്കിലും ഒരു എൻ്റർടൈൻമെൻറ്റ് വേണ്ടേ ഒരു കുക്കിംഗ് ഷോ ആകുമ്പോൾ. അപ്പോൾ അത്തരത്തിൽ കുറച്ച് കോംബോസ് ക്രിയേറ്റ് ചെയ്ത് കോമഡി വർക്കൗട്ട് ചെയ്യിക്കാനാണ് ചാനൽ ശ്രമിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അനുമോൾക്കെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാനുള്ള ആയുധമായിട്ടാണ് കുറച്ച് പേര് കാണുന്നത്. അപ്പോൾ കോമഡി കുക്സിൻ്റെ പല പ്രമുഖരുടെയും കമൻസിൻ്റെ താഴെ ഒരാൾ പ്രത്യേകം അനുവിനെ ടാർഗറ്റ് ചെയ്ത് കമൻറ്റ് ചെയ്യുന്നതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതായത് അനുമോൾക്ക് പലരുമായിട്ടുള്ള ബന്ധം ഒക്കെ ആരോപിച്ചുകൊണ്ട് അനുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇല്ലാത്ത വിഷമമാണ് ഈ ഒരു പുള്ളിക്കെന്ന് ആലോചിക്കണേ. അപ്പോൾ അത്തരത്തിൽ അനുവിനെതിരെ ഹേറ്റ് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടി ടാർഗറ്റഡ് ആയിട്ടുള്ള ഒരു നീക്കം നടക്കുന്നതായിട്ടാണ് മനസ്സിലാക്കുന്നത്.